കോൺഗ്രസ് ഉണ്ടാക്കിയ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത കുടുംബത്തിന്റെ ആധാരം എടുത്തു നൽകാൻ അവസാനം കോൺഗ്രസ് നേതൃത്വം തയ്യാറായി. സെപ്റ്റംബർ 30-ന് ആധാരം എടുത്തു നൽകിയില്ലെങ്കിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ DCC ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കാൻ മരുമകൾ പത്മജ തയ്യാറായ സാഹചര്യത്തിലാണ് KPCCയുടെ തീരുമാനം. കോൺഗ്രസ് നേതൃത്വം കുടുംബത്തിന്റെ കടബാധ്യത ഏറ്റെടുത്തില്ലെങ്കിൽ വിജയന്റെ കുടുംബത്തെ CPIM ഏറ്റെടുക്കുമെന്ന് CPIM നേതൃത്വം പ്രഖ്യാപിച്ചതും KPCCക്ക് തിരിച്ചടിയായി. NM വിജയന്റെ കുടുംബത്തിന്റെ ആധാരമെടുത്തു നൽകാൻ KPCC അവസാനം നിർബന്ധിതമായി. സെപ്റ്റംബർ 30-നുള്ളിൽ ആധാരമെടുത്തു നൽകിയില്ലെങ്കിൽ DCC ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുമെന്നായിരുന്നു പത്മജ പറഞ്ഞത്. തന്നെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നതിലേക്ക് നയിച്ചത് T. സിദ്ദിഖ് MLAയുടെ വാക്കുകളാണെന്നും പത്മജ പറഞ്ഞിരുന്നു. ഇതോടെ വയനാട്ടിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. T. സിദ്ദിഖ് MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ കൽപ്പറ്റയിലും CPIM നേതൃത്വത്തിൽ പുൽപ്പള്ളിയിലും DYFI നേതൃത്വത്തിൽ വയനാടാകെയും നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിലും യോഗത്തിലും വൻ ബഹുജന പങ്കാളിത്തം ആയിരുന്നു. പുൽപ്പള്ളിയിൽ നടന്ന CPIM പ്രതിഷേധ യോഗത്തിൽ NM വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യത തീർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ കുടുംബത്തെ CPIM ഏറ്റെടുക്കുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ പ്രഖ്യാപിച്ചത് നടപ്പിലാക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പ്രഖ്യാപിച്ചു. ഇത് വലിയ തിരിച്ചടിയായിരുന്നു കോൺഗ്രസിന്. പത്മജയുടെ സമരവും CPIMന്റെ പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. KPCC നേതൃത്വത്തിന് ഇടപെടേണ്ടി വന്നിരിക്കുന്നു. ബത്തേരി അർബൻ ബാങ്കിലെ 69 ലക്ഷത്തിന്റെ കടബാധ്യത 60 ലക്ഷം തീർപ്പാക്കി ആധാരം എടുത്തു നൽകാൻ തീരുമാനിച്ചതായി KPCC നേതൃത്വം അറിയിച്ചു. തുക KPCC നേതൃത്വം അടച്ചിരിക്കുകയാണ്. എന്നാൽ നേതൃത്വം തന്നെയോ കുടുംബത്തെയോ ഇക്കാര്യം അറിയിച്ചിട്ടില്ലെന്നും സെപ്റ്റംബർ 30-നകം ആധാരം കിട്ടിയില്ലെങ്കിൽ DCC ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുമെന്നും പത്മജ പറഞ്ഞു. നേതൃത്വം നമ്മളോട്, എന്നോടും എൻ്റെ കുടുംബത്തിനോടും ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും ഔദ്യോഗികമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. മീഡിയയിൽ കൂടെ കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാരണം ഇതുവരെ അവർ തന്ന ഡേറ്റുകളെല്ലാം ലംഘിക്കപ്പെട്ടപ്പോഴാണ് നമുക്ക് ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരേണ്ടതും ഇങ്ങനെ ഒരു ഡേറ്റ് പറയേണ്ടത് വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഈ ബാങ്കിന്നോ അതല്ല ഇപ്പം ഉപസമിതി നിയോഗിച്ച MLAമാരോ ആരും ഞങ്ങളോട് ഈ കാര്യം നേരിട്ട് എൻ്റെ കുടുംബത്തിനെ അറിയിച്ചിട്ടില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ NM വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യതയ്ക്ക് കാരണക്കാർ തങ്ങൾ തന്നെയാണെന്ന് സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തി എന്നതാണ് വസ്തുത. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.